WCCയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ മലയാള സിനിമയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. ഇതോടെ WCCയിൽ നിന്നും അകന്നു നിൽക്കുന്ന മഞ്ജു വാര്യർക്കെതിരെ കടുത്ത രീതിയിൽ സൈബർ ആക്രമണങ്ങളും നടന്നു. എന്നാൽ നടിക്കെതിരായ സൈബർ ആക്രമണങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ അപലപിക്കുന്നുവെന്നും അതിജീവിതയ്ക്കൊപ്പം എന്നും ഉറച്ചു നിൽക്കുന്നയാളാണ് മഞ്ജു വാര്യരെന്നും മഞ്ജുവിന്റെ പേര് എടുത്തു പറയാതെ WCC വ്യക്തമാക്കിയിരുന്നു. മഞ്ജു WCCക്കൊപ്പം തന്നെയുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടിയും WCC അംഗവുമായ സജിത മഠത്തിൽ. മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് WCCയെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. 2017 നടി ആക്രമിക്കപ്പെട്ട ശേഷമായിരുന്നു സിനിമാ രംഗത്തെ ഒരു പറ്റം സ്ത്രീകൾ ഒത്തുചേർന്നുകൊണ്ട് WCC എന്ന സംഘടന രൂപീകരിച്ചത്. അന്ന് എതിർത്തവർ ഏറെയായിരുന്നു. പലപ്പോഴും കടുത്ത അവഹേളനങ്ങൾ അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നു. സംഘടനയിലെ അംഗങ്ങളായ നടിമാരിൽ ഭൂരിഭാഗം പേർക്കും അവസരങ്ങളും നഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി WCC നടത്തിയ പ്രയത്നങ്ങളെ ഇന്ന് നിരവധി പേർ പ്രശംസിച്ചുകൊണ്ടെത്തുന്നുണ്ട്. അതേസമയം WCCക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. നടി മഞ്ജു വാര്യർ സംഘടനയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹകരിക്കാത്ത സാഹചര്യം വന്നു. സുരഭി ലക്ഷ്മി, വിധു വിൻസെന്റ് എന്നിവർ സംഘടന വിട്ടു. മഞ്ജു വാര്യർ WCCയിൽ നിന്നും അകന്നു നിൽക്കുന്നത് നിരവധി തവണ ചർച്ചയാകുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എങ്ങും തൊടാതെയുള്ള മറുപടിയായിരുന്നു മഞ്ജു വാര്യർ അന്ന് നൽകിയത്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ WCCയിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കുകയാണ് സംഘടനയിലെ അംഗമായ സജിത മഠത്തിൽ. കൂടെ ഒരുപാട് പേരുണ്ടെന്നും പക്ഷെ ചിലപ്പോൾ ചിലർക്ക് ആക്റ്റീവ് ആകാൻ പറ്റണമെന്നില്ല, തനിക്ക് ജീവിതത്തിലെയോ തന്റെ കരിയറിലെയോ പ്രശ്നങ്ങൾ കാരണം ആക്റ്റീവ് ആകണമെന്നില്ല എന്നും അതിനർത്ഥം താൻ എവിടെയും ഇല്ലെന്നല്ല എന്നും സജിത മഠത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനു പകരം വേറൊരാൾ ഭയങ്കരമായി ആക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ അവിടെ തന്നെയുണ്ട്. പക്ഷെ തിരക്കിനിടയിൽ മഞ്ജുവിന് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ മഞ്ജു ഒരിക്കലും WCCയെ തള്ളിപ്പറഞ്ഞതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നും തിരിച്ച് WCCയും മഞ്ജുവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും സജിത മഠത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പരസ്പരം കൈപിടിക്കേണ്ട സ്ഥലത്തൊക്കെ കൈപിടിച്ചിട്ടുണ്ട്, ഒന്നിച്ച് നിന്നിട്ടുമുണ്ട്. അങ്ങനെയാണത് വേണ്ടതെന്നും സജിത മഠത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിലൊരു പരാമർശം മഞ്ജു വാര്യർക്കെതിരെയാണെന്ന വാദമാണ് വലിയ രീതിയിൽ ഉയർന്നു വന്നത്. സംഘടനയിലെ സ്ഥാപക അംഗം കമ്മിറ്റിക്ക് മുന്നിൽ സത്യം പറഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തന്റെ അറിവിൽ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നിട്ടില്ല, താൻ ഇതേക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലെന്നായിരുന്നു ഈ നടി കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞത്. WCC അംഗങ്ങളിൽ ഈ നടിക്ക് മാത്രമായിരുന്നു തുടരെ അവസരങ്ങൾ ലഭിച്ചത്. മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ താല്പര്യമാണ് നടിയുടെ മൊഴിക്ക് പിന്നിലെന്ന് കരുതുന്നുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഈ നടി മഞ്ജു വാര്യർ ആണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന ആക്ഷേപം. എന്നാൽ WCC ഇത്തരം വാദങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല. അതേസമയം പലവിധ സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും WCC എന്ന ഓർഗനൈസേഷൻ തന്ന ലേണിംഗും സന്തോഷവും മറ്റൊരിടത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നും ഇതേ അഭിമുഖത്തിൽ സജിത മഠത്തിൽ പറയുന്നുണ്ട്. ഈ സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വന്നവരാണ് സംഘടനയിലുള്ള ഏറെ പേരും. ഒന്നിച്ച് സംസാരിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്തുമൊക്കെ മുന്നോട്ട് വന്നവരാണ് എല്ലാവരും. ഒരു ഈഗോയും ഇല്ലാതെ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് WCC എന്നും അതാണ് WCCക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതിന് കാരണമെന്നും സജിത മഠത്തിൽ കൂട്ടിച്ചേർത്തു. അതേസമയം WCCയുടെ ഭാഗമായതിൽ ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും നിലനിൽപ്പിനായി ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് കരുതി കണ്ണടയ്ക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റുമുണ്ടെന്നും സജിത മഠത്തിൽ നേരത്തെയും പറഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ട തൊഴിലിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിൽ, സിനിമാ കൂട്ടായ്മയിൽ രോഗം ബാധിച്ചവരെ പോലെ മാറ്റി നിർത്തുന്നതിൽ എല്ലാം വേദന തോന്നിയിട്ടുണ്ട്. വരും കാലങ്ങളിലെങ്കിലും മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഇതുവരെ ഉണ്ടായതെല്ലാം മറക്കാനാകുമെന്നും സജിത മഠത്തിൽ പറഞ്ഞിരുന്നു. മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷമുള്ള ദിവസങ്ങൾ ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വീണ്ടെടുക്കുന്നതിന്റെയുമായിരുന്നു. ഇതിനായി പ്രയത്നിച്ച മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് നന്ദിയുണ്ടെന്നുമാണ് സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു സജിതയുടെ പ്രതികരണം. അതേസമയം മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിന് പുറത്തും ചർച്ചയായി കഴിഞ്ഞു. മലയാള സിനിമാ മേഖലയിലെ വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങൾ തുറന്നു കാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് അരങ്ങേറിയതും. മോഹൻലാൽ AMMയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജിവെക്കുകയായിരുന്നു. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയുണ്ടായ രാജിയിൽ നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഒരു പുതിയ കമ്മിറ്റി ഉടൻ ചുമതലയേൽക്കുമെന്നാണ് കരുതുന്നത്. AMM അംഗങ്ങളുടെ രാജി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഭീരുത്വ നടപടിയാണെന്ന് നടി പാർവതി തിരുവോത്ത് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.